യേശുവിൻ്റെ അന്ത്യകൽപ്പനയാ സ്നാനപ്പെടണം എന്നുള്ളത്. നീ അതനുഷ്ഠിക്ക്, നിനക്കൊരു ദോഷവും വരികയില്ല. മുങ്ങിയ ആയിരങ്ങളോട് ചോദിക്കും, ഒരു ദോഷവും വന്നിട്ടില്ല. മുങ്ങിയതിനെല്ലാം ഗുണം വന്നതല്ലാതെ ഒരെണ്ണത്തിന് പോലും ദോഷം വന്നിട്ടില്ല, വരത്തുമില്ല. പിള്ളേരെ കെട്ടിക്കുകയെന്നൊക്കെ അന്ന് പറഞ്ഞ ആണ്ട് പിള്ളേരൊക്കെ കെട്ടി അമേരിക്കയിൽ ലണ്ടനിൽ നല്ല വിലസുന്നു. അപ്പം വന്ന് 2-3 കെട്ടുക, അങ്ങനെ അങ്ങോട്ടങ്ങ് കെട്ടുക. അത് വേറെ ദൂത. ചെറ്റക്കുടലില്ല കിടന്നത്. മുങ്ങിയതുകൊണ്ട് നിനക്ക് ദോഷം വല്ലതും വന്നോ? ചെറ്റപ്പരയൊക്കെ ദൈവം മാറ്റി. സ്ഥിരമായ വീട് അവിടെ, എന്നാലും മഞ്ഞും മഴയും ഏക്കാതിരിക്കാൻ മാന്യമായ വീട് ദൈവം തന്നു. മുങ്ങിയ കാലത്ത് നിനക്കൊരു കുറ്റി സൈക്കിൾ പോലും ഇല്ലായിരുന്നു. ഇപ്പം 2-3 വണ്ടി പുതപ്പിച്ചിട്ടിരിക്കുക. ആഴ്ചയിൽ വേലക്കാരൻ കയറി എരപ്പിക്കും. വലിയപ്പം നിന്നേലുന്നത് കാണും. ചൊവ്വിനെരപ്പിക്കടാ ജോർജ്. എരപ്പിച്ചേച്ചി ജോർജ് ഇറങ്ങുമ്പോൾ എന്നാൽ അതിട്ട് പുതപ്പിച്ചാക്കാൻ പറയും. പനിയാ വണ്ടിക്കെല്ലാം. എന്നാലും 2 ദൈവം തന്നല്ലോ. വിശ്വാസി വന്നപ്പം ഏലി ചട്ടകം പോലായിരുന്നത്. ഈ ഉപവാസപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ശാപ്പാടുമൊക്കെ ഇപ്പം നല്ല കുട്ടകം പോലെ നല്ല പരുവത്തിനായി. നിനക്ക് ദോഷം വല്ലതും വന്നോ? പറ. ഓ മിണ്ടുകയല്ല, പറ. നിനക്കൊരു ദോഷവും. അങ്ങനല്ലേ വായിച്ചത്? കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും വരികയില്ല. എൻ്റെ സാക്ഷിയൊക്കെ പറയേണ്ടതായി ഇതിനോടിടയ്ക്ക്. എന്നേക്കാൾ സാക്ഷ്യമുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കാർക്കും ദൈവം ദോഷം വരുത്തിയില്ല, വരുത്തത്തുമില്ല. നിനക്ക് നിൻ്റെ സന്തതിക്കും ദോഷം വരികയില്ല. നിനക്ക് നിൻ്റെ സന്തതിക്കും അനുഗ്രഹം നന്മയല്ലാതെ ഒരു ദോഷവും വരികയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ അവൻ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഹല്ലേലൂയ.